അമേരിക്കയുടെ പെൻറ്റഗണിൽ വൻപൻ അടിയന്തരാവസ്ഥയുണ്ടായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. US പ്രതിരോധ വകുപ്പിൻ്റെ പ്രധാന ആസ്ഥാനമാണ് ഈ പെൻറ്റഗൺ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്? അവിടെ അടിയന്തരാവസ്ഥ ഉണ്ടായാൽ അമേരിക്കയുടെ സുരക്ഷ തന്നെ ഏത് രീതിയിലേക്ക് മാറും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇറാനും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്കയിലെ എത്ര ഓയിൽ റിഫൈനറികൾ അല്ലെങ്കിൽ എണ്ണ ശാലകളിൽ സ്ഫോടനമുണ്ടായി, എത്ര തെർമൽ പവർ പ്ലാന്റുകളിൽ സ്ഫോടനമുണ്ടായി, അമേരിക്കയിൽ എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൽ വമ്പൻ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ പെൻറ്റഗണിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അടിയന്തരാവസ്ഥ ഇത് യാദൃശ്ചികമാണ് എന്ന് കരുതുന്നവർക്ക് അങ്ങനെ കരുതാം. പക്ഷേ ന്യൂസ് ഇന്ത്യ മലയാളം ഇത് യാദൃശ്ചികമാണെന്ന് കരുതുന്നില്ല. US പ്രതിരോധ വകുപ്പിൻ്റെ ഈ പ്രധാനപ്പെട്ട ആസ്ഥാനമായിട്ടുള്ള ഈ പെൻറ്റഗണിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ വായുവിൻ്റെ ഗുണനിലവാരം ഒരു നൂതന സംവിധാനം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വലിയ പരിഭ്രാന്തി ഉണ്ടായതായ റിപ്പോർട്ട് പറയുന്നു. ഈ സംഭവത്തിന് ശേഷം കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ അടച്ചുപൂട്ടി അപകടകരമായിട്ടുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് HAZMAT ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തന സംഘങ്ങളെ ഉടൻ സ്ഥലത്തേക്ക് അയച്ചു. മനുഷ്യജീവനും പരിസ്ഥിതിക്കും സ്വത്തിനും ഗുരുതരമായ നാശനഷ്ടമുണ്ടാക്കുന്ന അപകടകരമായിട്ടുള്ള വസ്തുക്കളാണ് ഹാസ്മാറ്റ് എന്ന് പറയുന്നത്. കെട്ടിടത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ വായുവിൻ്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കണ്ടെത്തിയതിനെ പെൻറ്റഗൺ വക്താവ് ഷോൺ വാർണൽ പറഞ്ഞു. തുടർന്ന് ബാധിത പ്രദേശം ലോക്ക്ഡൗൺ ആക്കി എല്ലാ സുരക്ഷാ പ്രോട്ടോകോൾ വകുപ്പും നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ബാധിത പ്രദേശത്തെ ആളുകൾക്ക് അവർ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതമായി നിൽക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വായുവിൻ്റെ ഗുണനിലവാര പ്രശ്നമാണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ഗ്യാസ് ലീക്കേജ് ആണ് എന്നുള്ള റിപ്പോർട്ടുകളും പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നുണ്ട്. കെട്ടിടത്തിൻ്റെയും അതിൻ്റെ ആളുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പെൻറ്റഗണിന് വിപുലമായ സംവിധാനങ്ങളുണ്ടെന്ന് പാർണൽ പറഞ്ഞു. വായുവിൻ്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഈ സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിനാൽ മുൻകരുതൽ നടപടികൾ ആവശ്യമായി വന്നു. ബാധിത പ്രദേശത്ത് ഷെൽട്ടർ ഇൻ പ്ലേസ് എന്ന ഉത്തരവ് നൽകി. ഇതോടൊപ്പം പ്രതികരണ സംഘങ്ങളെ വിന്യസിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 നിലകളിൽ ലോക്ക്ഡൗൺ ഉണ്ടായി, നിരവധി പ്രദേശങ്ങൾ ഒഴിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.